പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതിയതോടെ അന്തിമ കണക്കുകൂട്ടലുകളിലാണ് മുന്നണികൾ. പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ആർക്കനുകൂലമാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, എന്തൊക്കെയാണ് ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ്? ഏതൊക്കെ തരത്തിലാണ് മുന്നണികൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്നത് ഈ 24 മണിക്കൂറിലെ കണക്കുകൂട്ടലുകൾ? അജിംഷാദെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചുകൊണ്ട് ഇത്തവണ പോളിംഗ് ശതമാനം കുറവായിരുന്നു. 2006-ൽ 71.58%, 2011-ൽ 72.78%, 2016-ൽ 77.25%. അത് ഏറ്റവും ഉയർന്ന, പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമായിരുന്നു 2016-ൽ ഉണ്ടായിരുന്നത്. 2021-ൽ 75.44%. പക്ഷേ ഇത്തവണ അത് 70.51 കുറഞ്ഞു. ഇന്നലെ ഉച്ച കഴിയുമ്പോഴൊക്കെ പോളിംഗ് ശതമാനം വല്ലാതെ കുറയുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ വൈകിട്ട് ബൂത്തുകളിലേക്ക് ആൾക്കാർ വലിയ രീതിയിൽ ഒഴുകിയെത്തി. അങ്ങനെയാണ് ഈ പോളിംഗ് ശതമാനം 70 കടന്നത്. ഇപ്പോൾ ഈ 70 കടന്നു എന്ന് പറയുന്നത് തന്നെ സ്വാഭാവികമായും ഇവിടെ ഒരു സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇത് മൂന്ന് മുന്നണികളും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പോളിംഗ് ശതമാനം തങ്ങളെ ബാധിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് മൂന്ന് മുന്നണികളും ഉള്ളത്. പഞ്ചായത്ത് നഗരസഭ അടിസ്ഥാനത്തിലുള്ള പോളിംഗ് പരിശോധിക്കുമ്പോൾ പാലക്കാട് നഗരസഭയിൽ 70.90%, കണ്ണാടി പഞ്ചായത്തിൽ 70.56, മാത്തൂരിൽ 70.49, പിരായിരി പഞ്ചായത്തിൽ 70.55. ഇതിനകത്ത് കണ്ണാടിയിലും മാത്തൂരുമൊക്കെ LDFന് നല്ല സ്വാധീനമുള്ള കേന്ദ്രങ്ങളാണ്. അവിടെ LDF വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് LDF പ്രവർത്തക നേതാക്കളും അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പിരായിരി പഞ്ചായത്ത് UDFന് സ്വാധീനമുള്ള കേന്ദ്രമാണ്. പക്ഷെ അവിടെയുള്ള LDF വോട്ടുകളും അവിടെ 5% പോളിംഗ് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ഇലക്ഷനെ അപേക്ഷിച്ച് അപ്പോൾ ഇതിനകത്ത് ഈ പിരായിരി പഞ്ചായത്തിലെ പോളിംഗ് ശതമാനം കുറയുന്നത്, അതായത് അവിടെ LDFന്റെ വോട്ടുകൾ വളരെ കൃത്യമായ രീതിയിൽ ചിട്ടയോടുകൂടി പോൾ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ചുമതലയുണ്ടായിരുന്ന നേതാക്കളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഒരുപക്ഷെ UDFനെ ആയിരിക്കും ബാധിക്കുമെന്നുള്ളതാണ്. നഗരസഭയിലും മികച്ച പോളിംഗ് തന്നെയാണ്. അതായത് ഈ മൂന്ന് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നേരിയ ഒരു മുന്നേറ്റം പോളിംഗിൽ ഉണ്ടായിരിക്കുന്നത് പാലക്കാട് നഗരസഭയിലാണ്. അത് ആരെ തുണക്കും എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. LDF സ്ഥാനാർത്ഥി മറ്റ് പിരായിരിയും കണ്ണാടിയും മാത്തൂരും ഒക്കെ നോക്കുമ്പോൾ അവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ വോട്ടർമാരുള്ളത് നഗരസഭ കേന്ദ്രീകരിച്ചാണ്. ആ നഗരസഭയിലാണ് ഇത്തരത്തിൽ ഒരു പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുമ്പോഴും, മൊത്തത്തിൽ കുറഞ്ഞു നിൽക്കുമ്പോഴും നഗരസഭയിൽ കൂടി നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അതുമാത്രമല്ല, നിയമസഭയിലും ലോക്സഭയിൽ പോലും BJP ആയിരുന്നു നഗരസഭയിൽ മുന്നിട്ട് നിന്നിരുന്നത്. അപ്പോൾ നഗരസഭയിലെ ഈ പോളിംഗ് ശതമാനം ഉയരുന്നു, മറ്റുള്ളിടങ്ങളിൽ കുറയുന്നു, മൊത്തത്തിൽ പാലക്കാട് പോളിംഗ് ശതമാനം കുറയുന്നു. ഇത് ചില കണക്കുകൂട്ടലുകൾക്കും രാഷ്ട്രീയ ദിശകൾക്കും സൂചകങ്ങളാകുന്നതല്ലേ? അജിംഷ, അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം പറയാനുള്ളത്, ഈ പാലക്കാട് നഗരസഭയിലേക്ക് ഈ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു കുതിച്ചായിട്ടൊന്നുമില്ല. 70.90%. കണ്ണാടിയിലും അതോടൊപ്പം തന്നെ മാത്തൂരിലും പിരായിലും ഒക്കെ 70.55 പിരായിൽ, മാത്തൂരിൽ 70.49, കണ്ണാടി പഞ്ചായത്തിൽ 70.56. ഇത് പരിശോധിക്കുമ്പോൾ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് പാലക്കാട് നഗരസഭക്കകത്തുള്ളത്. പക്ഷേ നഗരസഭയിലുള്ള വോട്ടർമാരെ അപേക്ഷിച്ച് ഇതല്ല, ഇതിലും കൂടുതൽ പോളിംഗ് വരേണ്ടതാണ്. അപ്പോൾ ഏതായാലും ഈ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 35 ദിവസം നീണ്ടുനിന്ന വലിയ ആവേശം, വലിയ പ്രചരണം, അതൊക്കെ പക്ഷേ സ്വാഭാവികമായും അടിത്തട്ടിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പോളിംഗ് ശതമാനത്തിലേക്കൊക്കെ എത്തിയത്. പക്ഷേ നമ്മളൊക്കെ ഉദ്ദേശിച്ച രീതിയിലേക്കുള്ളൊരു വലിയ പോളിംഗ് എത്തിയിട്ടില്ല. പുറത്ത് ജോലി ചെയ്യുന്നവരൊക്കെ പലരും ചിലപ്പോൾ നാട്ടിൽ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടാകില്ല. അങ്ങനെയൊക്കെയുള്ള അതാണ് കാരണം. ഈ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പോളിംഗ് ശതമാനം കുറയുന്നത് പൂർണ്ണമായും പൊളിറ്റിക്കലാണെന്ന് പറയാനാകില്ല. കാരണം പലർക്കും വരാനാകാത്ത സാഹചര്യമുണ്ട്, പലർക്കും ലീവ് കിട്ടാത്തതുണ്ട്, പിന്നെ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് പലർക്കും എത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇത്തരത്തിൽ പൊളിറ്റിക്കൽ അല്ലാത്ത കാരണങ്ങളും ഉണ്ടാകാം അല്ലേ? പക്ഷേ ഈ പോളിംഗ് ശതമാനം കുറയുന്നത് ആർക്ക് ഗുണപരമാകും കുട്ടൻ? അജിംഷാദ്, ഇപ്പോൾ ഈ പഞ്ചായത്തുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ മൂന്ന് മുന്നണി നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവരുടെ വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് എവിടെയാണ് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്നല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിരായി പഞ്ചായത്തിലൊക്കെ അവിടെ UDF കേന്ദ്രങ്ങളിൽ പോളിംഗ് കുറഞ്ഞു എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. കണ്ണാടിയിലും മാത്തൂരുമൊക്കെ ഈ LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ
പോളിംഗ് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരമാവധി വോട്ടർമാരെ അവിടെ പോൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി LDF-ന് സാധിച്ചിട്ടുണ്ട്. BJP അവകാശപ്പെടുന്ന നഗരസഭയിൽ ഉൾപ്പെടെ BJP-യുടെ വോട്ടുകളും പരമാവധി വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രവചനാതീതമായ മത്സരമെന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി പറ്റുക. ഏതായാലും 3 മുന്നണി നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ വലിയ പ്രതീക്ഷയിലുമാണ്. അജിംഷാ, അത് ശരിയാണ്. കാരണം ഈ നഗരസഭ കേന്ദ്രീകരിച്ച് BJP വലിയ പ്രതീക്ഷകൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ വോട്ട് ഷെയർ കൂടുന്നു എന്നുള്ളത് ആ അർത്ഥത്തിലാണ് BJP-യെ പ്രതീക്ഷകമാകുന്നത്. കാരണം ഇത്രയേറെ വലിയൊരു ട്രെൻഡ് കേരളത്തിലാകമാനം ഉണ്ടായിട്ട് പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നഗരസഭയിൽ 500ഓളം വോട്ടുകൾ കൂടുതലായിരുന്നു BJP-ക്ക് ലോക്സഭയിൽ. BJP അത്തരമൊരു പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ത്രികോണ മത്സരം, അതിൻ്റെ ഏറ്റവും കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, പാലക്കാട് ഇതുവരെ കാണാത്ത തരത്തിലുള്ള അത്രയും ആവേശകരമായ മത്സരമായിരുന്നു ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ 3 മുന്നണികൾക്കും 3 സ്ഥാനാർത്ഥികൾക്കും അവരുടേതായ കണക്കുകൂട്ടലുണ്ട്. അവരൊക്കെ ലഭിക്കുന്ന ഭൂരിപക്ഷം പറയുന്നുണ്ട്. അവർക്ക് കൃത്യമായി അവർക്ക് എത്ര വോട്ടുകൾ ലഭിക്കുമെന്നുള്ളൊരു കണക്കുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ 23-ന് വോട്ട് എണ്ണുമ്പോൾ മാത്രമല്ലേ അജിംഷാദെ നമുക്ക് പോലും തീർച്ചയായും കാരണം ആ രീതിയിലായിരുന്നു അവിടുത്തെ ആവേശം, അല്ലെങ്കിൽ അവിടുത്തെ വളരെ സട്ടിലായ സൂക്ഷ്മമായ വഴിത്തിരിവുകൾ ആ രീതിയിലായിരുന്നു. കാരണം ത്രികോണ മത്സരം വളരെ ശക്തമായി ഇഞ്ചോടിഞ്ച് എന്ന രീതിയിൽ ഏതൊക്കെ എലമെൻറ്റുകളാണ് ആർക്കൊക്കെ സഹായകമാകുന്നതെന്നൊന്നും നിരീക്ഷിക്കാനാകാത്ത വിധം പ്രവചനാതീതമായ സാഹചര്യങ്ങളായിരുന്നു. ഇനിയിപ്പോൾ ഒരു 24 മണിക്കൂർ കൂടി കാത്തിരിക്കാം അല്ലേ? അതെ, തീർച്ചയായും. കാരണം ഇവിടെ നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെ കേരളം മുഴുവൻ പാലക്കാട്ടേക്ക് ശ്രദ്ധിക്കുന്ന ഒരു സമയമായിരുന്നു. ഇനിയിപ്പോൾ 23-ന് രാവിലെയും മറ്റ് 3 ബൈ ഇലക്ഷൻ ചേലക്കരയിലും, അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ ചേലക്കരയിലും വയനാട്ടിലെയും റിസൾട്ട് 23-ന് വരും. പക്ഷേ എല്ലാ കണ്ണുകളും പാലക്കാട്ടേക്ക് തന്നെയായിരിക്കും. കാരണം അത് നമ്മൾ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പലവിധത്തിലുള്ള രാഷ്ട്രീയ ട്വിസ്റ്റുകൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. LDF സ്ഥാനാർത്ഥിയായി സരിൻ രംഗത്ത് വരുന്നത് LDF-ന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് LDF-ന്റെ പ്രചരണ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പലതരത്തിലും കണ്ടതാണ് അജിംഷാദെ. ഈ കൊട്ടിക്കലാശത്തിൽ നമ്മൾ പാലക്കാട് ഇതുവരെ ദർശിക്കാത്ത തരത്തിലുള്ള അത്രയും വലിയ ജനസഞ്ചയം ഇവിടെ ഒത്തുചേർന്നു, വളരെ ചിട്ടയോടുകൂടി. എന്നാൽ ആവേശം ഒട്ടും ചോരാതെ വളരെ ഗംഭീരമായൊരു കൊട്ടിക്കലാശം, നൈറ്റ് മാർച്ച്, അതോടൊപ്പം തന്നെ ആദ്യത്തെ റോഡ് ഷോ ഉൾപ്പെടെ സരിനെ LDF-ലേക്ക് സ്വീകരിച്ചുകൊണ്ട് നടത്തിയ ആദ്യത്തെ റോഡ് ഷോ ഉൾപ്പെടെ 10,000 അണിനിരക്ക് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ചിട്ടയായ പ്രവർത്തനങ്ങൾ, ഈ പാലക്കാട് ഇതുവരെ കാണാത്ത തരത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ ഈ ബൂത്ത് തലം മുതലുള്ള വളരെ ചിട്ടിയായ പ്രവർത്തനങ്ങൾ, ഇവിടെയൊക്കെ നമ്മൾ പാലക്കാട് ഈ നിശബ്ദ പ്രചരണ ദിവസമൊക്കെ 30-35 അംഗങ്ങളടങ്ങിയ സ്ക്വാഡുകളായിരുന്നു LDF-ന്റെ നേതൃത്വത്തിൽ ഓരോ വീടുകളും കയറി വോട്ടഭ്യർത്ഥിച്ചിരുന്നത്. അത്തരത്തിൽ സംഘടനാപരമായി പാലക്കാട് വലിയ രീതിയിൽ അത് ശരിയാണ്. കാരണം കഴിഞ്ഞ 2 തവണയായും 3-ാം സ്ഥാനത്തുള്ള LDF പ്രചരണ രംഗത്ത് വളരെ ശക്തമായി മുന്നേറുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ റോഡ് ഷോയും ഏറ്റവും ഒടുവിലത്തെ കൊട്ടിക്കലാശത്തിലും ഒക്കെ അത് കണ്ട ശക്തി പ്രകടനം വളരെ വലുതായിരുന്നു. മാത്രമല്ല ഈ മറ്റ് കോൺഗ്രസിലെയും BJP-യിലെയും വിഭാഗങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഈ ഒരു സ്വതന്ത്ര LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ പിന്തുണ സരിന് ലഭിക്കുന്നതായും പ്രചരണ രംഗത്ത് നമുക്ക് അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ ചേലക്കരയിലും പ്രചരണ രംഗത്ത് LDF സിറ്റിംഗ് സീറ്റ് ആണ് എങ്കിൽ പോലും വലിയ രീതിയിൽ LDF മുന്നിൽ തന്നെയായിരുന്നു പ്രചരണ രംഗത്ത് ചേലക്കരയിൽ, അല്ലേ? ചേലക്കരയും പാലക്കാടും. അതെ, ചേലക്കരയിലും പാലക്കാട്ടും വേണ്ട. അത് LDF-ന്റെ ഒരു ചിട്ടയായ സംഘടനാ രീതിയുണ്ട്. അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാൻ ആവാത്ത വിധത്തിലുള്ള വളരെ ചിട്ടയായ സംഘടനാ പ്രവർത്തനം. അതോടൊപ്പം തന്നെ പാലക്കാടിനെ സംബന്ധിച്ച് ഇവിടുത്തെ നേതൃത്വത്തിന് മറ്റൊരു കാര്യത്തിൽ കൂടി വലിയൊരു അഭിമാനിക്കാം. കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ 1 മാസത്തിനിടയിൽ പ്രധാനപ്പെട്ട 10 കോൺഗ്രസിൻ്റെ നേതാക്കളാണ് LDF-ലേക്ക് വന്നത്. അതൊക്കെ സമീപകാലത്ത് വലിയൊരു എന്താ പറയുക, ഒരു അത്ഭുതമായ ഒരു ചർച്ചയായിരുന്നു. കാരണം സരിൻ കൂടാതെ തന്നെ ഷാനിബ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും നല്ല രീതിയിൽ സ്വാധീനമുള്ള, പിരായിരി പഞ്ചായത്തിൽ LDF-നെ തോൽപ്പിച്ചുകൊണ്ട് വിജയിച്ച UDF-ന്റെ പഞ്ചായത്ത് മെമ്പർ, അവരുടെ ഭർത്താവ് മണ്ഡലം സെക്രട്ടറി, അതോടൊപ്പം തന്നെ അവരുടെ കൂടെയുള്ള നിരവധി വരുന്നു. പിരായിരൊക്കെ UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ നല്ല സ്വാധീനമുള്ള ഈ പറഞ്ഞ പ്രാദേശിക നേതാക്കന്മാർ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസ് തീർച്ചയായും. അത് മാത്രമല്ല ഈ അവരുടെ സ്ട്രാറ്റജി, LDF-ന്റെ സ്ട്രാറ്റജി, ചിഹ്നം, ഒരു സ്വതന്ത്ര ചിഹ്നം നൽകിയത്, പ്രത്യേകിച്ച് സ്റ്റെതസ്കോപ്പ് നൽകിയത് വലിയ രീതിയിൽ അവർക്ക് പല വോട്ടുകളെയും, LDF-ന് പുറത്തുള്ള പല വോട്ടുകളെയും ആകർഷിക്കാനായി എന്നൊക്കെയാണ് വിലയിരുത്തുന്നത്.